കൗതുകരമായ ഒരു കണക്കിപ്പോൾ ആക്സിസുമായി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട്. അത് കേരളവുമായി ബന്ധപ്പെട്ടില്ല, അക്കാര്യം നമ്മൾ വിശദമായി ചർച്ച ചെയ്യണം. തമിഴ്നാട്ടിൽ നിന്നാണ് മറ്റെല്ലാ സർവേകളും മറ്റെല്ലാ എക്സിറ്റ് പോളുകളും തമിഴ്നാട്ടിൽ പക്ഷേ ഒരു ഭരണമാറ്റം അങ്ങനെ പ്രവചിക്കുന്നില്ല. പക്ഷേ ആക്സിസുമായി ഇന്ത്യ പറയുന്നു ടിവിക്കയുടെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്ന്. തമിഴക വെട്രി ഘടകത്തിന്റെ വിജയിയുടെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാകാൻ പോകുന്നു. 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി അധികാരത്തിലേക്ക് എത്തും എന്നൊരു വിസ്മയകരമായ ഒരു പ്രഡിക്ഷൻ ആക്സിസ് മൈ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. 92 110 ആണ് DMK-യുടെ എൻ.കെ. സ്റ്റാലിൻ നയിക്കുന്ന DMK-യുടെ പ്രഡിക്ഷനായി ഇപ്പോൾ തമിഴ്നാട്ടിൽ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. ADMK 22 32 എന്ന നിലയിൽ വളരെ പരിതാപകരമായി കൂപ്പുകുത്തും. നേരത്തെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. പക്ഷേ മറ്റ് സർവേകളിലൊക്കെ ADMK രണ്ടാമത്തും TVK വലിയ മെച്ചപ്പെട്ട പ്രകടനം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയും. ശ്രീ മോഹൻ വർഗീസ്, ഈ കണക്ക് കാണുമ്പോൾ തമിഴ്നാട്ടിലെ കാര്യം ആബ്സല്യൂട്ട്ലി ടോപ്സി ടർവിയായി കാണുന്നു. വിവിധ സർവേകൾ വിവിധ കണക്കുകളാണ് കാട്ടുന്നത്. അതിലൊരു സർവേ മാത്രം വിജയിൻ്റെ TVK വ്യക്തമായൊരു മേൽക്കൈ പറയുന്നു. അത് മാത്രമല്ല, ഭൂരിപക്ഷം തന്നെ പറയുകയാണ്. 120 സീറ്റ് വരെ എന്ന് പറയുമ്പോൾ 234-ൽ 120 എന്ന് പറയുന്നത് കൃത്യമായ ഭൂരിപക്ഷം തന്നെയാണ്. അപ്പം അവിടെ ആ ഒരു സർവേ ഒഴിച്ച് മറ്റ് പല സർവേകളും പറയുന്നത് 10 മുതൽ 14 സീറ്റ് വരെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ അടുക്കുന്നില്ല, ഒരു രീതിയിലും അടുക്കുന്നില്ല. ഭൂരിപക്ഷം സർവേകളും ഒരുപക്ഷെ DMK-ക്ക് ലേശം മേൽക്കൈയുണ്ട്, ADMK-ക്ക് പിന്നാക്കം പോകുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അതിനേക്കാൾ പിന്നാക്കം പോകുന്നു എന്നൊക്കെയുള്ള നിഗമനങ്ങൾ വരുമ്പോൾ കൃത്യമായൊരു ഫലസൂചനയുമായി എല്ലാ പോളുകളും കേരളത്തിൻ്റെ കാര്യത്തിൽ UDF-ന് ഒരു മേൽക്കൈ എന്ന് ഒരു തരംഗമില്ല എങ്കിൽ പോലും മേൽക്കൈ എന്ന് ഏതാണ്ട് എല്ലാ സർവേകളും പറയുമ്പോൾ തമിഴ്നാടിനെക്കുറിച്ച് വ്യത്യസ്തമായ ചിത്രങ്ങളാണ്, വിവിധങ്ങളായ സർവേകൾ വരുന്നത്. കാരണം അത് ഒരു പുതിയ പ്ലെയറാണ്. TVK എന്ന് പറയുന്ന പാർട്ടി അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്. അപ്പോൾ അതൊരു ജെൻസി ആണ് ഏറ്റവും കൂടുതൽ TVK-ക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. സാധാരണ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സംഖ്യയാണ് കാണുന്നത്. അത് വളരെ എല്ലാ സർവേകളും അനുകൂലമായി പ്രവചിക്കുകയാണെങ്കിൽ TVK-ക്ക് അനുകൂലമായി പ്രവചിക്കുകയാണെങ്കിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയും. പക്ഷേ ഇത് ഗജാന്തര വ്യത്യാസമാണ്. ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു അധികാരത്തിലേക്ക് എത്തുമെന്ന്. അങ്ങനെ സാഹചര്യം അങ്ങ് ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ആക്സിസ് മൈ ഇന്ത്യയാണ് പൊതുവെ വിശ്വാസയോഗ്യമായ മുൻകാലങ്ങളിലെ പ്രവചനങ്ങൾ ഏതാണ്ട് കൃത്യമായി വന്നു. ഹരിയാനയുടെ പ്രവചനം പാളി, അത് മറ്റെല്ലാ ഏജൻസിക്കും പാളി, ആക്സിസ് മൈ ഇന്ത്യക്കും പാളി. പക്ഷേ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പാളി, തെരഞ്ഞെടുപ്പിൻ്റെ പല പ്രഖ്യാപനവും പാളി. പക്ഷേ പൊതുവേ ഉള്ള കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ സാമാന്യം കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ആക്സിസ് മൈ ഇന്ത്യ ഈ 120 സീറ്റ് വരെ വിജയിൻ്റെ പാർട്ടിക്ക് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു ഡിബേറ്റബിൾ പോയിന്റ് തന്നെയാണ്. അങ്ങനെ പോയിന്റ് മാത്രമല്ല, വലിയ വിസ്മയമുണ്ടാക്കുന്ന കൗതുകമുണ്ടാക്കുന്ന അത്ഭുതമുണ്ടാക്കുന്ന ഒരു ഡിജിറ്റ് കൂടിയാണ്. TVK അധികാരത്തിലേക്ക് തമിഴ്നാട്ടിലെത്തും. വലിയൊരു സ്വീപ്പ് ഉണ്ടാകാൻ വന്നു. വിജയ ഒരു രാഷ്ട്രീയ അത്ഭുതം. ഇന്ത്യയിലെ പല അത്ഭുതവും നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും അത്ഭുതം കണ്ടിട്ടുണ്ട്, ഡൽഹിയിൽ കണ്ടു. അങ്ങനെ ഒരു അത്ഭുതം അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ്, നമ്മുടെ സാധാരണ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ അല്ല. സാധാരണ ഇതുവരെയുള്ള അനാലിസിസ് അനുസരിച്ചാണെങ്കിൽ അങ്ങനെയല്ല. പക്ഷേ എന്താണ് അവരുടെ ആ പ്രഡിക്ഷന് പിന്നിൽ എന്നതൊക്കെ കുറെ കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്.